ഫ്രണ്ട്സ് നമസ്കാരം, വെൽക്കം ടു Indo-Italian ഡിഷസ്. ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ടുള്ളൊരു ഡിഷാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മറ്റൊന്നുമല്ല, ഇത് ഇന്ത്യൻ ആണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ അല്ല, ഇറ്റാലിയൻ ആണോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ഇറ്റാലിയനുമല്ല. പക്ഷേ ഒരു സ്പെഷ്യൽ ഡിഷ് വേറൊന്നുമല്ല. ഇത് പച്ചയാപ്പിൾ. ഈ പച്ചയാപ്പിൾ കൊണ്ട് എങ്ങനെ അച്ചാർ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ ഒരു മെയിൻ ഫംഗ്ഷന് ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നു. അത് കഴിച്ചിട്ട് ആർക്കും മനസ്സിലായില്ല കേട്ടോ ആപ്പിൾ അച്ചാറാണ്. അപ്പോൾ ഞാൻ ഓർത്തു ആ ആപ്പിൾ അച്ചാർ ഞാനിട്ട് നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇതുപോലെ ഗ്രീൻ കളറിലെ ആപ്പിൾ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത്, വെള്ളമയമില്ലാതെ തുടച്ചെടുത്ത ആപ്പിൾ 3 എണ്ണം ഈ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് അത് ഞാൻ ഉപ്പ് പുരട്ടി വെച്ചേക്കുന്നതാണ്. ഒരു 10 മിനിറ്റോളമായി ഉപ്പ് പുരട്ടി വെച്ചിട്ട്. ഇഞ്ചി 2 മുഴുത്ത കഷ്ണം നീളത്തിൽ അരിഞ്ഞെടുത്തത്, 14 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, ആവശ്യത്തിന് കറി ലീവ്സ്. പിന്നെ നമുക്കിത് അച്ചാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഓയിൽ മതി, വെളിച്ചെണ്ണ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പോൾ ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്, സൺഫ്ലവറിൻ്റെ വെജിറ്റബിൾ ഓയിൽ എടുത്തിരിക്കുന്നു. പിന്നെ അതിനാവശ്യമായ സാധനം കടുക് വേണം, ഉലുവ വേണം, മഞ്ഞൾ വേണം, മുളക് പൊടി വേണം, പച്ച ഉലുവ പൊടിച്ചത് വേണം, കായപ്പൊടി വേണം. അവസാനം ഇതിന് പുളിക്കായിട്ട് ആഡ് ചെയ്യാനായിട്ട് വിനിഗർ വേണം. അത് ആപ്പിൾ സൈഡഡ് വിനിഗറോ മറ്റേ സാധാരണ വിനിഗറോ ആകാം. പക്ഷെ ഞാൻ സാധാരണ വിനിഗറിലാണ് ആദ്യം ഉണ്ടാക്കിയത്. ഇപ്പം ഞാൻ ആപ്പിൾ സൈഡഡ് വിനിഗർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതും നല്ലതാണ് എനിക്ക് തോന്നി. എനിക്ക് ആപ്പിൾ സൈഡഡ് വിനിഗറാണ് കുറച്ചുകൂടി ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ആപ്പിൾ സൈഡഡ് വിനിഗർ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. അപ്പം നമുക്ക് ഇതെങ്ങനെയാക്കാം, കറിയാക്കാം, ഇത് അച്ചാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ഫ്രൈങ് പാൻ വെച്ചു അച്ചാറാക്കാനായിട്ട്. ഫ്രൈങ് പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണയൊന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ച ഉലുവായുടെ ഇട്ട് കൊടുക്കാം. രണ്ടും ഒന്നിച്ചങ്ങ് മൂത്തോളും. ഇഞ്ചി ഒന്ന് മൂക്കട്ടെ. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അത് രണ്ടും കൂടെ ഒന്നിച്ച് കിടന്നൊന്ന് മൂക്കട്ടെ. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കരിയാപ്പില, എൻ്റെ കയ്യിൽ ഫ്രോസൺ കരിയാപ്പിലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അതിട്ടത്. നിങ്ങളുടെ നല്ല ഫ്രഷ് കരിയാപ്പിലയാണ് കുറച്ചുകൂടെ ഭയങ്കര ടേസ്റ്റ് ഇതിന്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴന്നിട്ടുണ്ട്. സ്വല്പം കൂടെ ഒന്ന് വഴലട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പൊടികൾ ഓരോന്നായി ആഡ് ചെയ്യാം. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കാനിരിക്കുന്ന 1/2 സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞളുടെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറട്ടെ. മഞ്ഞളിപ്പോൾ നന്നായി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി ഓരോരുത്തരുടെ ഇഷ്ടത്തിന് സ്പൈസ് എന്ത് വേണം അതനുസരിച്ചിടാം. ഞാനിപ്പം 2 സ്പൂൺ മുളക് പൊടിയെ ഇതിനായിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ആപ്പിൾ അച്ചാറിനായിട്ട് 2 സ്പൂൺ മുളക് പൊടിയാണ്. എനിക്കിവിടെ ഒത്തിരി സ്പൈസ് ആയാൽ കുട്ടികൾ കഴിക്കത്തില്ല, അതുകൊണ്ട് തന്നെ ഓക്കെ. അപ്പം മുളക് പൊടി ഇട്ടു.
ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സ്വല്പം ഉലുവാപ്പൊടി, ബാക്കി നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് അതിൽ ഡയറക്റ്റ് ഇടാമേ. ഉലുവാപ്പൊടിയും കുറച്ച് കായപ്പൊടി കൂടി ഇടാം. ഇത് ഒത്തിരി മൂക്കണ്ട കേട്ടോ. ഇപ്പം നമ്മുടെ അച്ചാറിൻ്റെ ആ മണമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ശ്രദ്ധിച്ചോണം, നമ്മൾ ഓൾറെഡി ആപ്പിളിൽ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെ ആഡ് ചെയ്യണം. കാരണം ഇതിൽ ഒട്ടും ഉപ്പിൻ്റെ അംശം കൂടിപ്പോകരുത്. കൂടിയാൽ പിന്നെ അച്ചാർ കൊള്ളത്തില്ലല്ലോ. അപ്പോൾ ഗ്യാസ് തീരെയാണ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇത് ആപ്പിൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു തന്നേക്കുന്നത്, ഇത് ഒരിക്കലും ആപ്പിൾ എടുത്ത് ഇതിലോട്ട് ഇടത്തില്ല. കാരണം ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ ഈ അരച്ച് ഈ ഉപ്പിൽ പുരട്ടി വെച്ചിരിക്കുന്ന ആപ്പിളിലേക്കാണ് നമ്മൾ ഈ അരപ്പ് ആഡ് ചെയ്യുന്നത്. ഇത് നന്നായിട്ടങ്ങ് യോജിപ്പിക്കുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഓരോരുത്തരുടെ ഇഷ്ടത്തിന്, പുളി അവരവർക്ക് എന്തും വേണ്ട ആവശ്യമുണ്ടോ, നമ്മൾ എടുത്തേക്കുന്ന ആപ്പിളിന് എന്തും വേണ്ട പുളിയുണ്ടോ അതിനെ ബേസ് ചെയ്താണ് നമ്മൾ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ ആപ്പിളിലൊന്നും വെള്ളമയമില്ല, നമ്മൾ ഈ ഒഴിച്ചതിലൊന്നും വെള്ളമയമില്ലാത്തത് കാരണം ഇതൊരു 2 ദിവസം പുറത്ത് വെച്ചിരുന്നിട്ട് പിന്നെ കുറച്ച് ദിവസങ്ങളിലേക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. 3, 4, 5 മാസം ഒട്ടും കേടുവരാതെയും പൂപ്പ് വരാതെയും സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതിലേക്ക് കുറച്ചും കൂടെ നമുക്ക് ഉലുവപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ആദ്യം സ്വല്പം 1/4 ടീസ്പൂണിന് താഴെ ഉലുവപ്പൊടി ഇട്ടുള്ളൂ. ഇപ്പം ഞാൻ ബാക്കിയോട് ഇട്ട് കൊടുത്തു. കായയോടെ ബാക്കിയോട് ആഡ് ചെയ്ത് കൊടുക്കാമേ. കായത്തിൻ്റെയൊക്കെ ടേസ്റ്റ് അച്ചാറിൽ മുമ്പോട്ട് നിന്നാലല്ല അച്ചാർ കൊള്ളത്തുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഞാൻ ഇനി ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ, എന്താ കുറവെന്ന് നോക്കട്ടെ ഈ അരപ്പിന്. എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു സ്വല്പം കൂടെ കായത്തിൻ്റെ രുചി മുമ്പോട്ട് നിന്നാൽ നന്നാവുമെന്ന്. അപ്പം സ്വല്പം കായം കൂടി ഇട്ട് കൊടുക്കാം. ഇത് അടുപ്പിൽ വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആപ്പിൾ പുറത്ത് വെച്ച്, കാരണം ആ അടുപ്പിലോട്ട് തിരിച്ച് ഈ പാനിലോട്ടിട്ട് ഇത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ആപ്പിളിൻ്റെ ആ പച്ചമാങ്ങ ഇട്ടതിൻ്റെ ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, ആ ടെക്സ്ചർ അങ്ങ് മാറി അതൊരു വങ്ങിയ പോലെ ആവും, വെന്ത പോലെ ആവും. അപ്പോൾ അത് ആ ആപ്പിൾ അച്ചാർ കണ്ട അതിനൊരു കംപ്ലീറ്റ് അച്ചാറിൻ്റെ ടെക്സ്ചർ വരത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് തിരിച്ചിടാതെ ഇങ്ങനെ ഇടണമെന്ന് ഇത് ചെയ്ത്. ഇനി നമുക്കിത് അല്പസമയത്തിന് ശേഷം അത് ടംബ്ലറിലേക്ക് ആക്കി സൂക്ഷിക്കാവുന്നതാണ്. ആപ്പിൾ അച്ചാർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല കളറും ഒക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആപ്പിളൊന്നും ഒത്തിരി വെന്ത് പോയ പോലെ ഒന്നും വന്നിട്ടില്ല. ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റാണ്. നമുക്കിനി ഇത് ഒരു കുപ്പിയിലേക്ക്, നല്ല അടപ്പ് നല്ലതായിട്ട് അടച്ച് വെക്കാൻ പറ്റുന്ന ഒരു കുപ്പിയിലേക്ക്, ഇതുപോലൊരു കുപ്പിയിലേക്ക് ആക്കി അത് 1 ദിവസം 2 ദിവസം പുറത്ത് സൂക്ഷിക്കാം. അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 1, 1.5, 2 മാസത്തേന് ഒട്ടും വരാതിരിക്കും. നമുക്കത് കുപ്പിയിലേക്ക് ആക്കാമേ. അപ്പം നമ്മുടെ ആപ്പിൾ അച്ചാർ മുഴുവൻ ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. നല്ല അടപ്പ് എയർ കയറാത്ത നല്ലൊരു കുപ്പിയിലേക്ക് ആക്കി ഇത് അടച്ച് നമുക്ക് 2 ദിവസം പുറത്ത് സൂക്ഷിക്കാം. അതിനുശേഷം 2-3 മാസത്തേക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പം ഇതുപോലെ ഒരു വെറൈറ്റി ഡിഷുമായി വരുന്നിടം വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ. അപ്പോൾ ഈ അച്ചാർ നമുക്ക് അടച്ചിട്ട് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കുപ്പിയിൽ അടച്ച് വെച്ചിട്ട് 2 ദിവസം ഇത് പുറത്ത് സൂക്ഷിക്കുക. അതിനുശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് 2-3 മാസത്തേക്ക് വരെയും ഒരു കേടും വരാതെ ഇരിക്കുന്നതാണ്. കാരണം ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഇല്ലല്ലോ. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പം നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അടുത്തൊരു പുതിയ വെറൈറ്റി ഡിഷുമായി വരുന്നിടം വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.